ഹായ് നമസ്തേ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ മീറ്റേഡ്. 2 ദിവസമായിട്ട് നിഫ്റ്റിയും ബാങ്ക് നിഫ്റ്റിയും നല്ല മൊമെന്റ് തന്നെയാണ് തരുന്നത്. മോർണിംഗിൽ തന്നെ നല്ല റിട്ടേൺസ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ ബാങ്ക് നിഫ്റ്റി നോക്കിയാലും മോർണിംഗിൽ ഒരു ചെറിയ സൈഡ് വേസ് ഉണ്ടെങ്കിലും അത് കഴിഞ്ഞ് ഒരു 10-10 ശേഷം മാർക്കറ്റ് നല്ലൊരു ഇറക്കമാണ് ഇറങ്ങിയത്. അതേപോലെ നിഫ്റ്റി ആണെങ്കിലും മോർണിംഗിൽ ഗ്യാപ് ഡൗൺ ഇറങ്ങിയിട്ട് നേരെ ഇറക്കം തന്നെയാണ് മാർക്കറ്റ് പോയത്. വൺ സൈഡ് മൊമെന്റ് തന്നെയാണ് സോഫ്റ്റ് തന്നത്. അപ്പോൾ നമ്മുടെ സോഫ്റ്റിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ആക്യുറേറ്റ് ആയിട്ട് എൻട്രി എക്സിറ്റ് ഫേക്ക് ആയിട്ട് പോകുന്ന അപ്പ് ഡൗൺസ് തിരിച്ചറിഞ്ഞ് പെർഫെക്റ്റ് ആയിട്ട് ട്രേഡ് എടുക്കാൻ നിങ്ങളെ സഹായിക്കുന്നുള്ളതാണ് നമ്മുടെ സോഫ്റ്റ്വെയറിന്റെ പ്രത്യേകത. അപ്പോൾ നമ്മൾ മാർക്കറ്റിൽ എപ്പോഴും ഇരിക്കുന്നവരല്ല. ഇപ്പൊ ഫസ്റ്റ് ട്രേഡ് കഴിഞ്ഞാൽ അടുത്ത ട്രേഡ് എങ്ങനെയാണെന്നുള്ള ഫുൾ ഡീറ്റെയിൽസ് നമ്മുടെ സോഫ്റ്റ്വെയറിൽ കാണിച്ചു തരികയും ചെയ്യും. അപ്പോൾ ഇതിൽ നമുക്ക് ഇൻട്രാഡേ, സ്കാൽപ്പിംഗ് പോർഷൻ, അങ്ങനെ പല രീതിയിൽ നമുക്ക് സെറ്റപ്പ് ചെയ്യാം സ്ട്രാറ്റജി. അപ്പോൾ ഈ സ്ട്രാറ്റജിയെ കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യാം. താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സ് നമ്പർ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ സോഫ്റ്റ്വെയറിന്റെ ലൈവ് പെർഫോമൻസ്, അതായത് എങ്ങനെ വർക്ക് ചെയ്യുന്നുണ്ട് ഫുൾ ലൈവ് സെക്ഷൻ ആയിട്ട് നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്തതിന് ശേഷം മാത്രം പർച്ചേസ് ചെയ്യാനുള്ള ഓപ്ഷൻ ഇടുന്നുണ്ട്. അതിനുവേണ്ടി കോൺടാക്ട് ചെയ്താൽ മതി താഴെയുള്ള നമ്പറിൽ. അപ്പോൾ ഇന്നത്തെ ബാങ്ക് നിഫ്റ്റി നോക്കുകയാണെങ്കിൽ ബാങ്ക് നിഫ്റ്റിക്ക് മോർണിംഗിൽ അതായത് ഒരു സൈഡ് വേസ് ഡൗണിൽ ഇറങ്ങിയ ശേഷം പെട്ടെന്ന് റിവേഴ്സ് അടിച്ചതിന് ശേഷമാണ് മാർക്കറ്റ് തിരിച്ചിറങ്ങിയത്. അപ്പോൾ അത് 10 ശേഷം നല്ല റെക്കോർഡ് ഉണ്ടായിരുന്നെങ്കിലും പക്ഷെ ആദ്യം ഒരു ഫ്ലക്ച്വേഷൻ ആയിരുന്നു. അപ്പോൾ നമ്മുടെ സോഫ്റ്റ്വെയറിന്റെ പ്രത്യേകത അവിടെ ബൈ ട്രേഡ് ഇല്ലെന്ന് കറക്റ്റായിട്ട് ഇൻഡിക്കേഷൻ തന്നിട്ടുണ്ട്. അവിടെ താഴത്തെ സോൺ നോക്കുകയാണ് സെല്ല് തന്നെയാണ് തന്നിരുന്നത്. അവിടെ ഒരു ബൈ ഇൻഡിക്കേഷൻ നമുക്ക് ബൈ സിറ്റിൽ തന്നില്ലെങ്കിലും ഗ്രീനുമായിട്ട് മാച്ച് നടന്നില്ല. അത് കാരണം അവിടെ ട്രേഡ് എടുക്കരുതെന്ന് തന്നെ സോഫ്റ്റ്വെയർ പറഞ്ഞിട്ടുണ്ട്. സിമ്പിളായിട്ട് വർക്കൗട്ട് ചെയ്യാൻ പറ്റുന്ന സ്ട്രാറ്റജി തന്നെയാണ് നമ്മുടെ ലേറ്റസ്റ്റ് വെർഷൻ. അപ്പോൾ ലേറ്റസ്റ്റ് സിഗ്നൽ തന്നിരിക്കുന്ന ഡീറ്റെയിൽസ് ആണ് മേളിലും താഴെയും കൊടുത്തിരിക്കുന്നത്. ഇപ്പോൾ ഈ ലേറ്റസ്റ്റ് സിഗ്നൽ സെല്ലിൻ്റെ ആണ്. സെല്ല് തന്നിരിക്കുന്ന ടൈം 10:19 അതിന്റെ ടാർഗറ്റ് താഴെ 3 കൊടുത്തിട്ടുണ്ട്. അപ്പോൾ സിഗ്നൽ വന്നു കഴിഞ്ഞാൽ കൺഫർമേഷൻ ചെക്ക് ചെയ്യുക. അതായത് സിഗ്നൽ വന്ന പെട്ടെന്ന് എൻട്രി എടുക്കുന്നതിന് മുമ്പ് ക്യാൻഡലിന്റെ കളർ താഴത്തെ കൺഫർമേഷൻ ബാറുകൾ ഒരുമിച്ചുണ്ടെങ്കിൽ എടുക്കാം. അപ്പോൾ ഇവിടുന്ന് മാർക്കറ്റ് 10 ശേഷം മാർക്കറ്റ് ഇറങ്ങിയ മാർക്കറ്റ് അവിടെ തന്നെ സിഗ്നൽ വന്നപ്പോൾ കൺഫർമേഷൻ ഓൾറെഡി ഓക്കെ ആയിരുന്നു. അവിടെ നിന്ന് ട്രേഡിലേക്ക് അവിടുന്ന് ഒറ്റ ഇറക്കമാണ്. ആ ഇറക്കം നല്ല റിട്ടേൺസ് 1000-400 പോയിന്റോളം നല്ല രീതിയിൽ മാർക്കറ്റ് അടിച്ചിറങ്ങിയിട്ടുണ്ട്. നല്ല ഇടയ്ക്കൊന്ന് മാർക്കറ്റ് ഇവിടെ കയറാൻ ശ്രമിച്ചെങ്കിൽ പക്ഷേ ടോട്ടൽ നോക്കുകയാണെങ്കിൽ വൺ സൈഡ് മൂവ്മെന്റ് ആണ്. നല്ല ഹ്യൂജ് റിട്ടേൺസ് കിട്ടിയിട്ടുണ്ട്. അതേപോലെ നമുക്ക് ഇതേപോലെ ഓപ്ഷൻ ആഡ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് അതേപോലെ 56,800 56,900 നമുക്ക് പുട്ട് ഇവിടെ ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ അത് വ്യൂവിൽ നമുക്ക് ആക്ച്വലി പ്രീമിയം ചാർട്ട് നമുക്ക് ഇതിനകത്ത് കാണാൻ പറ്റും. അത് നമുക്ക് പ്രീമിയം ചാർട്ട് ഇവിടെ ആഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ പുട്ട് ആഡ് 56,800 600 900 അപ്പോൾ നമ്മുടെ കയ്യിലുള്ള മാർജിൻ പോലെ നമ്മളിവിടെ ആഡ് ചെയ്തിടാം. അതിന്റെ ചാർട്ട് ഇവിടെ ഓപ്പൺ ചെയ്യണമെന്നുണ്ടെങ്കിൽ റൈറ്റിലേക്ക് ചാർട്ട് വിൻഡോ, അതേപോലെ ടൈം ഫ്രെയിം 5 മിനിറ്റ്സ് സെറ്റ് ചെയ്യുക. 8.1 ഓപ്ഷൻസ് സെറ്റ് ചെയ്ത് കൊടുത്താൽ മതി. ഇതിപ്പോൾ 57,000 പുട്ട് ഓപ്ഷൻ നോക്കുകയാണെങ്കിൽ 359 രാവിലെ ബൈ വന്നിരുന്നു. അതിന്റെ ടാർഗറ്റ് 3 കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ സമയത്ത് തന്നെ നമുക്ക് ട്രേഡ് എടുക്കാമായിരുന്നു. ഒറ്റയടിക്ക് മാർക്കറ്റ് ഒറ്റ കയറ്റമായിരുന്നു. അവിടെ ധൈര്യമായിട്ട് ഹോൾഡ് ചെയ്യായിരുന്നു. നമുക്ക് 638 വരെ പോയിട്ടുണ്ട്. ഹ്യൂജ് റിട്ടേൺസ് ആണ് കിട്ടിയത്. ലാസ്റ്റ് നമുക്ക് ഇത് നോക്കുകയാണെങ്കിൽ സൈഡ് വേസ് ആയിരുന്നു. പക്ഷെ നോക്കുകയാണെങ്കിൽ വൺ സൈഡ് മൊമെന്റ് ആണ്. ധൈര്യമായിട്ട് നമ്മുടെ സോഫ്റ്റ്വെയർ ഹോൾഡ് ചെയ്യാമെന്നുള്ള ഇൻഡിക്കേഷൻ അവിടെ തന്നിട്ടുണ്ട്. അതേപോലെ നിഫ്റ്റി നോക്കുകയാണെങ്കിൽ നിഫ്റ്റിയിലും ഗ്യാപ് ഡൗൺ ഇറങ്ങിയതിന് ശേഷം മാർക്കറ്റ് ഇവിടെ നിന്ന് ഒരു ഹൈക്ക് തിരിച്ചു കയറി. അവിടെ നിന്ന് ഒരു ഡിപ്പ് വന്നിരുന്നു. ഇവിടുന്ന് ഈ 3-4 കാലിൽ എടുക്കാം. അവിടെ നിന്ന് ഒറ്റയടിക്ക് ഇറക്കമാണ്. അത് ആദ്യത്തെ ട്രേഡ് മിസ്സാർക്ക് അടുത്ത ട്രേഡ് പിന്നെ ഒരു റിട്രേസ്മെന്റ് പോയ ശേഷം ഇവിടുന്ന് മാർക്കറ്റ് പിന്നെ ഇറങ്ങിയിട്ടുണ്ട്. അവിടെ നിന്ന് ട്രേഡ് കിട്ടിയിട്ടുണ്ട്. നോക്കുകയാണെങ്കിൽ വൺ സൈഡ് മൊമെന്റ് ആണ്. പക്ഷേ ബാങ്ക് നിഫ്റ്റി പോയ അത്രയും നിഫ്റ്റി അങ്ങോട്ട് പോയിട്ടില്ല. പക്ഷേ എന്നാലും സോഫ്റ്റ്വെയർ കറക്റ്റ് ഇൻഡിക്കേഷൻ കാണിച്ചു തന്നിട്ടുണ്ട്. ഇടയ്ക്ക് ലാസ്റ്റ് ഇവിടെ ഒരു ബൈ തന്നിട്ടുണ്ട്. പക്ഷേ ആ ബൈ കൺഫേംഡ് അല്ല. നമുക്ക് ആക്ച്വലി ആ ട്രേഡ് എടുക്കരുത് എന്ന് പറയുന്നുണ്ട് സോഫ്റ്റ്വെയർ. ഓക്കെ, അപ്പോൾ കൂടുതൽ ഡീറ്റെയിൽസിനായിട്ട് എങ്ങനെ വർക്ക് ചെയ്യുന്ന ലൈവ് സെക്ഷൻ അറ്റൻഡ് ചെയ്യണമെന്നെങ്കിൽ കോൺടാക്ട് ചെയ്യും. താങ്ക് യു.